ഒരു കാര്യം ഓവറായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് വയബിലിറ്റി ഉണ്ട്, അതിന് നീഡ് ഉണ്ട്, അതിന് മാർക്കറ്റ് സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോ സക്സസ്. അതായത് ഒരു സംഭവം തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു ഇപ്പൊ സ്റ്റാർട്ടപ്പ് ആയാലും എന്തൊരു സംഭവം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ്. അത് എത്ര ചെറിയ സ്റ്റെപ്പ് ആയിരിക്കും, ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ കുറെ അധികം ആൾക്കാരുണ്ട്, ഓക്കെ ഫണ്ടിങ് വന്നു കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഓഫീസ് എടുത്ത് കഴിഞ്ഞിട്ട് തുടങ്ങാന്നാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് എന്ന് വിചാരിക്കുക. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് എത്ര ചെറിയ സ്റ്റെപ്പ് ആയാലും അതായിരിക്കും ഫസ്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ഫുഡിന്റെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഞാൻ ലാസ്റ്റ് റീസെന്റ് ഒരു മോദക് ഫുഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. ആളുടെ ഒരു സ്റ്റോറി ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വാച്ച് ചെയ്തത്. ഞാൻ ജസ്റ്റ് മോദക് ഫുഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആള് ബാംഗ്ലൂർ ഏതൊരു കമ്പനി ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. ആൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ആളുടെ കരിയർ. ആ സ്റ്റാർട്ട് ചെയ്ത കരിയറിൽ അവന് തൃപ്തിയല്ല, അവൻ അവിടുന്ന് ലീവ് ചെയ്ത് അവൻ നാട്ടിൽ വന്നിട്ട് കുറച്ചുകൂടെ സ്വിഗ്ഗി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തു. എന്നിട്ട് മോദക് ഫുഡ്സ് എന്ന് പറഞ്ഞൊരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു. അവന്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, മോദക് ഫുഡ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആണ്. അവൻ വിൽക്കുന്നത് 2-3 പ്രൊഡക്ട്സ് മാത്രമാണെന്നാണ് എന്റെ അറിവ്. ഇഡ്ഡലി, കോഫി, അതിനകത്തുള്ള വെറൈറ്റീസ് ആണ് ചെയ്യുന്നത്. അതിനകത്ത് അവൻ സൂപ്പർ ആവുകയാണ്, കിടിലോ ആവുകയാണ്.